മക്കളെ, 10ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഹൈഡ്രോ കാർബണിൻ്റെ തന്മാത്രാ സൂത്രം C4H10 എന്നാണ്. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ മോളിക്കുലർ ഫോർമുലയാണ് എന്ത്? C4H10 എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോ കാർബൺ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമുക്കറിയാം എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളാണ് എന്ത്? ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബൺ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും. എന്താണ് ഈ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അതിൽ ആകെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടേ ഉണ്ടാവുള്ളൂ. ഇനി എന്താണ് അപൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഡബിൾ ബോണ്ട് ദ്വിബന്ധനം ഉണ്ടാവാം, ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം ഉണ്ടാവാം. കാർബൺ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒന്നെങ്കിൽ ദ്വിബന്ധനം അല്ലെങ്കിലോ ത്രിബന്ധനമാണ് ഉണ്ടാവുക അല്ലേ. അതിൽ ഏകബന്ധനം സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബണെ നമ്മൾ എന്ത് പറയും? ആൽക്കെയിൻ. എന്താ പറയുക? ആൽക്കെയിനുകൾ എന്നാണ് പറയുക. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ കാർബണും കാർബണും തമ്മിൽ ഏകബന്ധനം സിംഗിൾ ബോണ്ട് മാത്രമുള്ളതാണ് ആര്? ആൽക്കെയിനുകൾ. ആൽക്കെയിനുകൾ. ആൽക്കൈൻ അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ ALKANE ആണ് എന്ത് അവസാനം വരുന്നത്. ഈ ആൽക്കെയിന് ഒരു പൊതുവാക്യമുണ്ട്. എന്താണ് ആൽക്കീൻ്റെ പൊതുവാക്യം? CnH2n+2. അതായത് n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരിക്കും? 2n+2 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഇനി ദ്വിബന്ധനം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള അൺസാച്ചുറേറ്റഡ് അപൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് ആര്? ആൽക്കീൻ. ആര്? ആൽക്കീൻ. ആൽക്കീനിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ALKENE. ആൽക്കീനിനും ഒരു പൊതുവാക്യമുണ്ട്. അതെന്താണ്? CnH2n. n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 2n നമ്പർ ഓഫ് അതിൻ്റെ ഇരട്ടി എണ്ണം എന്തുണ്ടായിരിക്കും? ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി കാർബൺ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? ആൽക്കൈൻ. എന്താണ് പറയുക? ആൽക്കൈൻ. ആൽക്കൈൻ്റെ ലാസ്റ്റ് എന്താണ്? ALKYNE ആണ്. ആൽക്കൈന് ഒരു പൊതുവാക്യമുണ്ട്. അതെന്താണ്? CnH2n-2. n നമ്പർ ഓഫ് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 2n-2 ആയിരിക്കും എന്ത്? ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? വരിക? ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ വരിക? C4H8 ആണ്. അതായത് 4 കാർബൺ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് വരിക? ആൽക്കീൻ ആണ് വരിക. ഏതാണ് വരിക? ആൽക്കീൻ ആണ് വരിക. ഇനി ഇതേ തന്മാത്രാവാക്യമുള്ള അലിസൈക്ലിക് ഹൈഡ്രോ കാർബണിൻ്റെ ഘടന വരയ്ക്കുക. അലിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ് 2 ടൈപ്പ് ഉണ്ട്. ഏതാണ്? ചെയിൻ പോലെ പോണതിനെ ഓപ്പൺ ചെയിൻ എന്ന് പറയും നമ്മൾ. അല്ലെങ്കിലോ വലയ സംയുക്തങ്ങൾ സൈക്ലിക് ആയിട്ടുള്ളതും ഉണ്ടായിരിക്കും. അങ്ങനെ സൈക്ലിക് ആയിട്ടുള്ളത് തന്നെ എന്തുണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അലിസൈക്ലിക്കും അരോമാറ്റിക്കും അല്ലേ. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്ന് എന്ത്? അരോമ ഉള്ള കോമ്പൗണ്ടുകളായിരിക്കും, സുഗന്ധമുള്ള കോമ്പൗണ്ടുകളായിരിക്കും. അലിസൈക്ലിക് ആണെന്നുണ്ടെങ്കിലോ സാധാരണ നമ്മൾ നേരെ വരയ്ക്കുന്നതിന് പകരം അതൊരു സൈക്ലിക് ആയിട്ട് വലയ രൂപത്തിൽ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക. ഇവിടെ നോക്കിക്കേ, C4H8 അല്ലേ, 4 കാർബൺ ആറ്റമാണ്. 4 കാർബൺ ആറ്റത്തിനെ സൈക്ലിക് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 കാർബൺ ആറ്റത്തിലെ ഓരോന്നിനെയും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓരോ മൂലയ്ക്കും കൊണ്ടുപോയി വെക്കാം. വെച്ചൂടെ? അങ്ങനെ 4 കാർബൺ ആറ്റമായി. ഇനി എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോ കാർബൺ ആറ്റത്തിനും 2 ഹൈഡ്രജനെ വെച്ച് കൊടുക്കാം. ഓരോ കാർബണിനും 2 ഹൈഡ്രജനെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എന്തായി? അലിസൈക്ലിക് ഹൈഡ്രോ കാർബണായി. C4H8 വരുന്ന അലിസൈക്ലിക് ഹൈഡ്രോ കാർബണായി. ഇതിൻ്റെ പേരെങ്ങനെ എഴുതും? ഇതെന്താണ്? സൈക്ലിക് ആണ്. എന്താണ്? സൈക്ലിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേര് എഴുതുമ്പോൾ മുന്നിൽ എന്തെഴുതും? സൈക്ലോ. എന്തെഴുതും? സൈക്ലോ. ഇനി ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ അല്ലേ ഉള്ളത്? 4 കാർബൺ ആണ്. കാർബണിൻ്റെ ഇടയിലൊക്കെ ഏതാണ്? സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ഏത് വരും? സൈക്ലോ ബ്യൂട്ടേൻ. എന്താണ് ഇതിൻ്റെ പേര് വരിക? സൈക്ലോ ബ്യൂട്ടേൻ. ഇനി ഏതെങ്കിലും ഒരു കാർബണിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക? സൈക്ലോ
ബ്യൂട്ടീൻ. എന്താ വരിക? സൈക്ലോ ബ്യൂട്ടീൻ. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നതെങ്കിലോ അത് എന്തായിരിക്കും? സൈക്ലോ ബ്യൂട്ടൈൻ ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. ഒരു ഘടനാവാക്യം നൽകിയിട്ടുണ്ട്. ബ്രാഞ്ച് ഒക്കെ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണല്ലേ. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? എന്താണ് ഈ മുഖ്യ ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉള്ളൊരു ഹൈഡ്രോ കാർബൺ, ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള ചെയിനാണ് എന്ത്? മെയിൻ ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. എങ്ങനെ വേണമെങ്കിലും എണ്ണാം. നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് വേണം? കാർബൺ ആറ്റങ്ങൾ വേണം. നോക്കിക്കേ, ഇങ്ങനെ നേരെ എണ്ണാണെങ്കിൽ അതിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 1 2 3 4 5 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. ഇനി നേരെ ഇങ്ങനെ നോക്കിയാലോ, ഇങ്ങനെയാണ് നമ്മളുടെ ചെയിൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 1 2 3 4 5 6. അപ്പോൾ ഏതാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്? ഏതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്? ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ ആയിട്ട് വരിക. ഇതാണ് എന്ത്? ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് വരിക. അപ്പോൾ മുഖ്യ ചെയിനിൽ എത്ര എണ്ണം ഉണ്ട്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 1 2 3 4 5 6 എണ്ണമുണ്ട്. 6 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇതിലെ ശാഖയുടെ പേരെന്ത്? ബ്രാഞ്ചിന്റെ പേരെന്താണെന്നാ ചോദിച്ചത്. ബ്രാഞ്ച് ഏതാണ്? CH3 ആണ്. ബ്രാഞ്ച് ഏതാണ്? CH3 ആണ്. CH3 ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ പേരെന്തായിരിക്കും? മീഥൈൽ. ബ്രാഞ്ചിന്റെ പേരെന്തായിരിക്കും? മീഥൈൽ. ഇനി നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചും കൂടി വരുള്ളൂ. അത് ഏതാണ്? CH2CH3. ഇതാണ് ബ്രാഞ്ച്. ഇതാണ് നിങ്ങളുടെ ശാഖ എങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും? ഈഥൈൽ. അതിൻ്റെ പേരെന്തായിരിക്കും? ഈഥൈൽ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? മീഥൈലാണ്. ഏതാണ്? മീഥൈലാണ് ബ്രാഞ്ചിൻ്റെ ശാഖേൻ്റെ പേര്. ഇനി ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. എന്താ എഴുതാൻ പറഞ്ഞത്? IUPAC അല്ലെങ്കിൽ IUPAC നാമം എഴുതാനാണ് പറഞ്ഞത്. നാമം എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ഇടണം. കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ഇടണം. നമ്മളെ ചെയിൻ ഇതാണ്. ഇതാവുമ്പോൾ എങ്ങനെ നമ്പർ ഇടുക? നമുക്ക് ഇവിടെ നിന്നിട്ട് തുടങ്ങാം. 1 2 3 4 5 6 അങ്ങനെ മാത്രം ഇട്ടാൽ മതിയോ? തിരിച്ചും നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഇടണം. 1 2 3 4 5 6. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? ഏത് കാർബണിലാണോ നമ്മളുടെ ബ്രാഞ്ച് ഉള്ളത് അതിന് ഏത് പേര്, ഏത് നമ്പർ വരണം? ഏറ്റവും ചെറിയ നമ്പർ വരണം. ഏതിലാണോ നമ്മളെ ബ്രാഞ്ച് ഉള്ളത് ആ കാർബണിന് എന്ത് വേണം? ഏറ്റവും ചെറിയ നമ്പർ വേണം. 3 ആണോ 4 ആണോ ചെറുത്? 3 അല്ലേ ചെറുത്. അപ്പം നമ്മൾ ഏതാ എടുക്കുക? 3 ആണ് എടുക്കുക. ഏതാ എടുക്കുക? 3 ആണ് എടുക്കുക. ഇനി നമ്മളുടെ ബ്രാഞ്ച് ഏതാണ്? മീഥൈലാണ്. അപ്പോൾ നമ്മുടെ നമ്പർ എഴുതി എന്ത്? 3. ഇനി നമ്മളെ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുന്നു മീഥൈൽ. ഇനി നമ്മുടെ ലോങ് ചെയിനിൻ്റെ നമ്പർ എത്ര കാർബൺ ഉണ്ടായിരുന്നു? അതിൽ 6 കാർബൺ ഉണ്ടായിരുന്നു. 6 കാർബൺ ആണെങ്കിൽ എന്താണ് നമ്മളെ വേർഡ് റൂട്ട്? ഹെക്സ് ആണ്. എന്താണ്? ഹെക്സ് ആണ് വേർഡ് റൂട്ട്. അപ്പോൾ 3-methyl hexane. എന്താണ് പേര് വരിക? 3-methyl hexane. ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമുള്ളൂ. എന്ത്? ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ വരണം. ഇനി 2 ബ്രാഞ്ച് വന്നോ എന്ന് വിചാരിക്കുക. ഒരേ ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ഒരേ ചെയിനിൽ തന്നെ എന്ത് വന്നു? 2 സ്ഥലത്തായിട്ട് 2 ബ്രാഞ്ച് വന്നോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ഫസ്റ്റത്തേന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ 2 നമ്പറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണോ ചെറിയ നമ്പർ കിട്ടുന്നത് ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ബ്രാഞ്ചുകൾക്ക് നമ്പർ കൊടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1ലും 2ലും ആണ് ഇപ്പോൾ ബ്രാഞ്ച് വരുന്നതെന്ന് വിചാരിക്കും. നമ്മൾ എങ്ങനെ എഴുതണം? 1, 2 ഒരു ഐഫൺ ഇട്ടിട്ട് വേണം എന്തെഴുതാൻ? പേരെഴുതാൻ. 2 ബ്രാഞ്ചുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതണം? ഡൈ എന്ന് എഴുതണം. ഡൈമീഥൈൽ അല്ലെങ്കിൽ എന്ത്? ഡൈ ഈഥൈൽ. അങ്ങനെയാണ് വരിക കേട്ടോ. ഇനി 3 ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ എന്താ വരിക? ട്രൈ. എന്താ വരിക? ട്രൈ എന്നുള്ള സാധനം വേർഡ് റൂട്ടിൻ്റെ മുന്നേ വരണം. അപ്പോൾ ക്ലിയർ ആണോ? വേർഡ് റൂട്ടിൻ്റെ അല്ല ബ്രാഞ്ചിൻ്റെ മുന്നേ വരണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇവിടുത്തെ പേരെന്താണ്? 3-methyl hexane. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം. ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു.
ഘടനാവാക്യം നൽകിയിട്ടുണ്ട്, സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. IUPAC നാമം എഴുതാനാണ് പറയണത്. എങ്ങനെ നോക്കിക്കേ, ഇവിടെ ആരുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ ആരുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്പർ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഇട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 എന്ന് വരും. തിരിച്ച് നമ്പർ ഇടുന്ന സമയത്തോ 1, 2, 3, 4 എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടുള്ള കാർബണിന് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ 1 അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് എങ്ങനെ എഴുതും? നോക്കിക്കേ, ആകെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് എന്താ വരിക? ബ്യൂട്ട്. എന്താ വരിക? ബ്യൂട്ട് എന്നാണ് വരിക. ഇനി നമ്മൾ എത്രാമത്തേതിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? 1-ാമത്തേതിലാണ്. അപ്പോൾ നമ്മളുടെ പേരെങ്ങനെ വരും? ബ്യൂട്ട്, ഐഫൺ ഇടുന്നു, 1 ഐഫൺ ഇടുന്നു, ഡബിൾ ബോണ്ടാണുള്ളത് ENE, ബ്യൂട്ട് 1-ene. മലയാളത്തിൽ എങ്ങനെ എഴുതാം? ബ്യൂട്ട് 1-ene. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡബിൾ ബോണ്ട് ആയാലും ട്രിപ്പിൾ ബോണ്ട് ആയാലും ശ്രദ്ധിക്കേണ്ടത് ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. ഇനി 4 കാർബൺ ആണ്. അപ്പോൾ C4 എഴുതുന്നു. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്. എത്രയാണ്? 8 ഹൈഡ്രജൻ ഉണ്ട്. C4H8 ആണ് എന്ത്? ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല. ഇതിന് ശേഷം വരുന്നതും തൊട്ടടുത്തുള്ളതുമായ ഹോമോലോഗിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുക. എന്താണ് ഈ ഹോമോലോഗ് എന്ന് പറഞ്ഞാൽ? ഹോമോലോഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതുവാക്യം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ആൽക്കേനിനെയും ആൽക്കീനിനെയും ആൽക്കൈനിനെയും പൊതുവാക്യം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്തായിരിക്കും? തൊട്ടടുത്തുള്ള ആൾക്കാർ തമ്മിൽ CH2ൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. എത്രേൻ്റെ വ്യത്യാസം? CH2ൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഏകദേശം മാറുന്നതൊക്കെ ഒരേപോലെ ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഇതിന് ശേഷം വരുന്നതും തൊട്ടടുത്തുള്ളതുമായ ഹോമോലോഗിൻ്റെ തന്മാത്രാ സൂത്രം. നമുക്ക് C4H8 കിട്ടി. അപ്പോൾ തൊട്ടടുത്തതെന്ന് പറഞ്ഞാൽ ഒരു CH2 കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ C4H8നോട് CH2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? C5H10. എന്താ വരിക? C5H10. അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ചോദ്യമാണ്, തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ പരിശോധിക്കുക, ഐസോമർ ജോഡികൾ കണ്ടെത്തുക. എന്താണ്? ഐസോമർ ജോഡികൾ കണ്ടെത്താനാണ്. ഇങ്ങനൊരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഐസോമർ ജോഡി കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എല്ലാവരുടെയും മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഫസ്റ്റ് താൾ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്. എത്ര കാർബൺ ആണ്? 5 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 6, 8, 10, 12 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇനി രണ്ടാമത്തെ ആളെ നോക്കിക്കേ, എത്ര കാർബൺ ഉണ്ട്? 1, 2, 3 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 5, 7, 8 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഓക്സിജനും കൂടെ ഉണ്ട് അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. C3 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 5, 7 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ക്ലോറിനും കൂടെ അവിടെ ഉണ്ട്. ഇനി അടുത്തതോ എത്ര കാർബൺ ആണ്? എത്ര കാർബൺ ആണ്? 3 കാർബൺ ആണ്. 3 കാർബൺ കഴിഞ്ഞിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6, 8 ഹൈഡ്രജൻ ഉണ്ട്. കൂടെ ഒരു ഓക്സിജനും കൂടെ ഉണ്ട്. അടുത്ത ആളാണെങ്കിലോ 1, 2, 3, 4, 5. എത്ര ആളുണ്ട്? 5 കാർബൺ ഉണ്ട്. 5 കാർബണിൻ്റെ കൂടെയോ 12 ഹൈഡ്രജൻ ഉണ്ട്. അടുത്ത നോക്കിക്കേ, 1, 2, 3 കാർബൺ ആണുള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 7 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ക്ലോറിൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം എഴുതി വെക്കാം. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഐസോമർ ആണ്. എന്താ ഐസോമർ എന്ന് പറഞ്ഞാൽ? സെയിം മോളിക്കുലർ ഫോർമുല, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക ഗുണങ്ങളുമുള്ള ആൾക്കാർ. ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? വേറെ വേറെ ആയിരിക്കും. പക്ഷേ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ്? C5H12ഉം C5H12ഉം 1ഉം 5ഉം ആരാണ്? ഐസോമർ ജോഡികളാണ്. 1ഉം 5ഉം ആരാണ്? ഐസോമർ ജോഡികളാണ്. പിന്നെ ഏതാ വരുന്നത്? 1ഉം 5ഉം കഴിഞ്ഞാൽ C3H8O ആരൊക്കെയാണ്?
രണ്ടും നാലും ആരൊക്കെയാണ്? 2ഉം 4ഉം ഐസോമർ ജോഡികളാണ്. അടുത്തത് ആരൊക്കെയാണ് വരുന്നത്? C3H7Cl-ഉം C3H7Cl-ഉം ഇവർ രണ്ടുപേരും അല്ലേ? മൂന്നാമത്തെ ആളും ആറാമത്തെ ആളും എന്താണ്? മൂന്നാമത്തെ ആളും ആറാമത്തെ ആളും ഐസോമർ ജോഡികളാണ്. അപ്പം ഐസോമർ ജോഡികൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ ഐസോമർ ജോഡി ഏത്? ഇതില് ഫങ്ഷണൽ ഐസോമർ ജോഡി ഏതാന്നാ ചോദിക്കുന്നത്. എന്താണ് ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ? മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരായിരിക്കും? വേറെ വേറെ ആൾക്കാരായിരിക്കും. അങ്ങനെ ആരാ അതിലുള്ളത്? ഇവിടെ നോക്കിക്കേ, C3H8O ഇതാണ്, C3H8O ഇതാണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? OH ആണ്, ആൽക്കഹോൾ ആണ്. ഇവിടെ ആരാണ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. ആരാണ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. രണ്ടും രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? അപ്പം ഇവർ രണ്ടുപേരുമാണ്, 2ഉം 4ഉമാണ് ആര്? ഫങ്ഷണൽ ഐസോമർ ജോഡികൾ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഒരു ഹൈഡ്രോ കാർബണിന്റെ IUPAC നാമം 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ്. എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്? 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യം എഴുതുക. സ്ട്രക്ചർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വരച്ച് എഴുതേണ്ടി വരും. എന്താണ്, എങ്ങനെയാ ചെയ്യുക? നമ്മൾ നോക്കിക്കേ, 2,3-ഡൈമീഥൈൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ആരുണ്ട്? മീഥൈൽ ഉണ്ട്. 2 മീഥൈൽ ബ്രാഞ്ചസ് ഉണ്ട്. മീഥൈലിന്റെ ബ്രാഞ്ചസ് നമ്മൾ എങ്ങനെ എഴുതുക? CH3. അപ്പൊ 2ലും 3ലും ആരുണ്ട്? CH3 ഉണ്ട്. ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ എന്ന് പറഞ്ഞാൽ, ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണ്? 4 കാർബൺ ആണ്. ബ്യൂട്ടെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. എന്താണ്? സിംഗിൾ ബോണ്ട്, ഏകബന്ധനമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കും? നോക്കിക്കേ, ആദ്യം 4 കാർബണിനെ സിംഗിൾ ബോണ്ട് വെച്ച് വരയ്ക്കാം. ഇനി 2ലും 3ലും ആരുണ്ട്? 2 ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? നമ്പർ ഇട്ട് നോക്കിക്കേ, 1 2 3 4, 1 2 3 4. 2ഉം 3ഉം സെയിമിലല്ലേ വരുന്നത്? അതുകൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ നമ്പർ വരേണ്ടത് നോക്കേണ്ട ആവശ്യമില്ല. 2ലും 3ലും ആരെ കൊടുക്കണം? നമ്മൾ CH3നെ കൊടുക്കണം. ആരെ കൊടുക്കണം? CH3നെ കൊടുക്കണം. 2ലും CH3, 3ലും ആരെ കൊടുക്കുന്നു? CH3 ബ്രാഞ്ചിനെ കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 വാലൻസി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെ ആര് വേണം? 3 ഹൈഡ്രജൻ വേണം. ഇനി നോക്കിക്കേ, 1 2 3 ആൾക്കാർ, 3 വാലൻസി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആര് മതി? ഒരു ഹൈഡ്രജൻ മാത്രം മതി. ഇവിടെയും അതേപോലെ ആര് മതി? ഒരു ഹൈഡ്രജൻ മാത്രം മതി. അവസാനം എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം. ഈ താഴെ എഴുതിയതൊക്കെ എന്താണ്? നമ്പർ ആണ് കേട്ടോ. താഴെ എഴുതിയത് എന്താണ്? നമ്പർ ആണ്. അത് മാറിപ്പോവരുത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, മുഖ്യ ചെയിനിൽ 4 കാർബൺ ആറ്റങ്ങളുള്ള, എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 4 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ഹൈഡ്രോ കാർബണിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. ഇതെന്താണ്? ഒരേ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. ഇതിന്റെ IUPAC നാമം എഴുതുക. ഇത് 4 കാർബൺ ആയതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്താലും 2, ഇവിടെ നിന്ന് എടുത്താലും 2. ചെയിനിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് 2 എന്ന് വിചാരിക്കുക. രണ്ടാമത്തതിൽ എന്ത്? 2 മീഥൈൽ ഗ്രൂപ്പ്. ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നു, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നു. ഇനി ബാക്കി എന്താണ്? ഇവിടെ CH3 ആയിരിക്കും, ഇവിടെ CH2 ആയിരിക്കും, ഇവിടെയോ CH3 ആയിരിക്കും. ഇതിന്റെ IUPAC നാമം എഴുതാനാണ്. രണ്ടാമത്തതിൽ എത്ര ഗ്രൂപ്പ്? 2 ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം ബ്രാഞ്ചസിന്റെ സംഖ്യക്ക് എന്നാ പറയാം. ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുക? 2 ഏതിലാണ്? രണ്ടാമത്തതിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 2നെ 2 പ്രാവശ്യം എഴുതണം. കോമട്ട് എഴുതുക. സംഖ്യകൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? കോമട്ട് എഴുതുക. 2 2 ഒരു ഐഫൺ ഇട്ടിട്ട് ഡൈമീഥൈൽ. 2 മീഥൈൽ ഇല്ലേ? ഡൈമീഥൈൽ. ഇനി എത്ര കാർബൺ ഉണ്ട് ചെയിനിൽ? മെയിൻ ചെയിനിൽ 4 കാർബൺ ആണ്. ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ. 2 2 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ ആണ് എന്ത്? IUPAC നാമം എന്ന് പറയുന്നത്. ഇനി
കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. ഈ പാഠത്തിൽ ആരെ പഠിക്കാനുണ്ട്? നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പഠിക്കാനുണ്ട്. ഹൈഡ്രോ കാർബണിൻ്റെ കൂടെ ചില ഫങ്ഷണൽ ഗ്രൂപ്പുകളും കൂടി വരും. അങ്ങനെ ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആര്? OH. OHനെ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആരാണ് ആള്? ആൽക്കഹോളാണ്. ആരാണ്? ആൽക്കഹോളാണ്. അതിൻ്റെ നെയിമിങ് നമുക്ക് നോക്കണം. CH3OH എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക? എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കുക. OH വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഓള് ഏതാണ്? ആ ഓള് എന്നുള്ള OL ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ഉണ്ട്. ഒരു കാർബൺ വന്നാൽ നമ്മൾ എന്താ അതിനെ പറയുക? മെത്ത്. എന്താണ്? മെത്ത്. അതിൽ മീഥേനിൻ്റെ അതിൽ AN വരെ എഴുതുക. ഈ എൻ്റെ എഴുതണ്ട. ആ ഈക്ക് പകരം നമ്മൾ ആരെ കൊടുക്കണം? OLനെ കൊടുക്കണം. അപ്പം CH3OH എന്താണ്? മെത്തനോളാണ്. അങ്ങനെയാണെങ്കിൽ CH3CH2OH എന്തായിരിക്കും? 2 കാർബൺ ആണ്. ഈഥേനാണ്. ഈഥേൻ ആവുന്ന സമയത്ത് ഈ ഒഴിവാക്കിയിട്ട് അവിടെ ആര് കൊടുക്കണം? OLനെ കൊടുക്കണം. അത് ആരാണ്? എത്തനോളാണ്. അടുത്ത ആളെ നോക്കിക്കേ. 3 കാർബൺ ഉണ്ട്. അത് പ്രൊപ്പെയിൻ ആണ് എന്നറിയാം. പക്ഷെ എവിടെയാണ് OH കൊടുത്തിട്ടുള്ളത്? 2ാമത്തെ കാർബണിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ എഴുതണം. ഏത് കാർബണിലാണ് OH വരുന്നതെന്ന് എഴുതണം. ആകെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? പ്രൊപ്പൻ. പ്രൊപ്പനിലെ എവിടെയാണ് OH ഉള്ളത്? 2ാമത്തെ കാർബണിലാണ്. ഏതിലാണ്? 2ാമത്തെ കാർബണിലാണ്. അപ്പോൾ പ്രൊപ്പൻ ടു ഓൾ. പേരെങ്ങനെയാ വരിക? പ്രൊപ്പൻ ടു ഓൾ. 2 എന്നുള്ള സംഖ്യ എഴുതി കഴിഞ്ഞാൽ ഐഫൺ ഇടണം. ഇനി അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് എന്നൊക്കെ പറയും. COOH വരുന്നതാണ്. എന്താണ്? COOH വരുന്നതാണ് എന്ത്? കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ തന്നിട്ട് ചോദിക്കും ഇത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് എന്ന്. ഏതാണ്? COOH കാർബോക്സിലിക് ആണ്. ഇതിന് നമ്മൾ പേര് എഴുതുന്ന സമയത്ത് OL ഇവിടെ ചേർത്ത പോലെ ഇവിടെ എന്താ ചേർക്കുക? ഓയിക് ആസിഡ്. എന്താ ചേർക്കേണ്ടത്? ഓയിക് ആസിഡ് ആണ്. നോക്കിക്കേ, ഇവിടെ ഈ COOH ഒരു കാർബൺ ഇല്ലേ? ആ കാർബണിനെ നമ്മൾ എന്തിൽ കൂട്ടും? ഹൈഡ്രോ കാർബണിൻ്റെ കാർബണിൽ കൂട്ടും. അങ്ങനെയാണെങ്കിൽ മെത്താണ് ഇവിടെ വരിക. മെത്തിൻ്റെ കൂടെ എന്ത് ചേർക്കണം? മീഥേൻ്റെ കൂടെ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. അപ്പം എന്ത് വരും? മെത്തനോയിക് ആസിഡ്. എന്താണ് വരിക? മെത്തനോയിക് ആസിഡ്. ഇനി 2 കാർബൺ. ഇവിടെ ഒരു കാർബൺ, അടുത്ത കാർബൺ. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? എത്തനോയിക് ആസിഡ്. എന്തായിരിക്കും? എത്തനോയിക് ആസിഡ്. ഇനി ഇതിന് 3 കാർബൺ വന്നാൽ അത് എന്തായിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ്. അങ്ങനെ അടുത്തത് കണ്ടുപിടിക്കാം. ഇനി അടുത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അവരെ നമ്മൾ എന്ത് പറയും? ഹാലോ ഗ്രൂപ്പുകൾ. എന്താണ്? ഹാലോ ഗ്രൂപ്പുകൾ. നമ്മുടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലെയുള്ള ആൾക്കാർ എവിടെ വരുന്നു? ഹൈഡ്രോ കാർബണിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പേര് എഴുതാം? നോക്കിക്കേ, CH3 CH2 CH2 Cl. എവിടെയാണ് Cl വന്നിട്ടുള്ളത്? ഇതാ നമ്പർ ഇടുന്ന സമയത്ത് 1 2 3 എന്ന് നമ്പർ ഇടാം. 1 2 3 എന്ന് നമ്പർ ഇടാം. ഏതാ ഏറ്റവും ചെറിയ നമ്പർ? 1 അല്ലേ? 1ൽ എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പേരിടുക? നോക്കിക്കേ, ഇവിടെ 1ാമത്തതിലാണ് ആരുള്ളത്? ക്ലോറിൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പേര് നമ്മൾ എങ്ങനെ ഇടും? 1 ക്ലോറോ പ്രൊപ്പെയിൻ. എങ്ങനെ പേരിടുക? 1 ക്ലോറോ പ്രൊപ്പെയിൻ. അടുത്തത് നോക്കിക്കേ, അടുത്തതിൽ ഒരു കാർബണിൽ തന്നെ 2 ക്ലോറിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കി നമ്പർ ഇട്ട് നോക്കൂ. 1 2 3 4. തിരിച്ച് നമ്പർ ഇടുമ്പം 1 2 3 4. ഏതാണ് ചെറിയ നമ്പർ? 2 ആണ്. ഏതാണ്? 2 ആണ് ചെറിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2നെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? 2 പ്രാവശ്യം എഴുതണം. 2 ഡൈക്ലോറോ. എങ്ങനെ എഴുതേണ്ടത്? 2 ഡൈക്ലോറോ. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എന്ത് വരും? ബ്യൂട്ടേൻ. 2 ഡൈക്ലോറോ ബ്യൂട്ടേൻ എന്നാണ് പേര് വരാം. ഇനി ക്ലോറോയ്ക്ക് പകരം ഫ്ലൂറോ വരാം, അല്ലെങ്കിൽ ബ്രോമോ വരാം, അല്ലെങ്കിൽ ഏത് വരാം? അയഡോ വരാം. ശ്രദ്ധിച്ച് ചെയ്യണേ. അടുത്ത ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആര്? ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ O കഴിഞ്ഞിട്ട് ഒരു റാഡിക്കൽ, ഏതെങ്കിലും ഒരു റാഡിക്കൽ വരികയാണെങ്കിൽ അതാണ് എന്ത്? ആൽക്കോക്സി ഗ്രൂപ്പ്. അല്ലെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പിന് നമുക്ക് എന്ത് പറയാം? സിമ്പിളായിട്ട് ഈതറുകളാണ്. ആരാണ്? ഈതറുകളാണ്. നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ ഒരു O എന്നുള്ളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ആരാണ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഇതിൻ്റെ പേരെങ്ങനെ ഇടും? എങ്ങനെയാണ് പേരിടുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിടുന്നൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. നോക്കിക്കോ, ഇപ്പുറത്ത് ആരാ ഉള്ളത്? CH3 ആണുള്ളത് അല്ലേ? അപ്പുറത്തോ CH2 CH3. ഇതിൽ എവിടെയാണ് കാർബണിൻ്റെ എണ്ണം കൂടുതലുള്ളത്? CH2 CH3-ലല്ലേ? അപ്പം അത് ലാസ്റ്റിലേക്ക് വരണം. ഇനി കാർബണിൻ്റെ എണ്ണം കുറവുള്ളത് ഏതാ? CH3-ലല്ലേ? അങ്ങനെയാണെങ്കിൽ പേരെന്ത് വരും? പേരെന്ത് വരും എന്നറിയോ?
കാർബണിന്റെ എണ്ണം ഇവിടെ 1 ആണ്, അതുകൊണ്ട് മെത്ത് വന്നു. മെതോക്സി എന്താ വരാ? മെതോക്സി. ഇപ്പുറത്ത് ആരുണ്ട്? 2 കാർബൺ ഉണ്ട്, അതുകൊണ്ട് എന്ത് വരും? ഈഥേൻ. മെതോക്സി ഈഥേൻ. ചെറുതോക്സി വലുതീൻ ആണ്. എന്ത്? വലുതീൻ ആണ് എന്ത്? നമ്മളുടെ പേര് വരിക. ചെറുതായിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത്, ഓക്സി കൂടെ ചേർക്കുന്നു, വലുത് അടുത്തത് എഴുതുന്നു. അപ്പൊ ഇതാണെങ്കിലും ഇവിടെ നോക്കിക്കേ, ഇവിടെയും 2 ആൾക്കാര്, ഇവിടെയും 2 ആൾക്കാര്. കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ എന്താ വരാ? 2 ആൾക്കാർ വരികയാണെങ്കിൽ എന്താ നമ്മള്? എതോക്സി ഈഥേൻ. എന്താ എഴുതേണ്ടത്? എതോക്സി ഈഥേൻ എന്നാണ് പേര് എഴുതേണ്ടത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പേര് എഴുതേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റിലെ ടോപ്പിക്കിലേക്ക് പോവാണ് നമ്മൾ. ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബണിന്റെ ഘടന നൽകിയിരിക്കുന്നു. ഇത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച് പഠിക്കേണ്ട ഒരാളാണ്. ഈ സംയുക്തത്തിന്റെ പേര് എഴുതുക. ഏതാണ് ഇയാള്? ഇയാളുടെ പേരെന്താണ്? ബെൻസീൻ. ഇയാളുടെ പേരെന്താണ്? ബെൻസീൻ. ബെൻസീൻ ഏതാണ്? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണല്ലേ. നമ്മൾ പറഞ്ഞു സൈക്ലിക്കിൽ അലിസൈക്ലിക്കും ഉണ്ട്, അരോമാറ്റിക്കും ഉണ്ട്. അതിൽ അരോമാറ്റിക്കിലുള്ള ആളാണ് ആര്? ബെൻസീൻ. ബെൻസീൻ നമ്മൾ പെർഫ്യൂം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ. ഈ സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം എഴുതുക. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്. C6H6 ആണ് എന്ത്? ബെൻസീനിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ 6ാമത്തെ പാഠം. ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് നെയിമിങ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നെയിമിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്പർ ഇടുമ്പം, കാർബണിന്റെ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. വലിയ ചെയിൻ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മെയിൻ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉള്ളതായിരിക്കണം. ആകെ 2 ബ്രാഞ്ചസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ, മീഥൈലും ഈഥൈലും. അതും ഓർത്ത് വെക്കാം.